മുംബൈ ആക്രമണക്കേസിൽ ഇന്ത്യ തേടുന്ന സൂത്രധാരൻ കനേഡിയൻ വ്യവസായി തഹവൂർ റാണെ ഇന്ത്യയിലേക്കുടൻ എത്തിക്കും. യുഎസിലെ അറ്റോർണി പി ചെറിയാനാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം തഹവൂർ റാണെ ഇന്ത്യക്ക് കൈമാറാമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് 2008 മുംബൈ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് റാണയായിരുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. മുംബൈ ആക്രമിക്കാൻ പദ്ധതിയിട്ട സമയം റാണ ഇന്ത്യയിലെത്തുകയും തുടർന്ന് എവിടെയെല്ലാം ആക്രമണം നടത്തണമോ അവിടെയെല്ലാം പ്രത്യേകം മാർക്ക് ചെയ്ത് പാകിസ്ഥാൻകാരെ അറിയിച്ചുകൊണ്ടാണ് റാണ മടങ്ങിയത്. ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതും. ഇത് കണ്ടെത്തിയതോടെയാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തഹവൂർ റാണയെ ഭാരതത്തിന് കൈമാറാമെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ കോടതി ജഡ്ജി ജാക്ലിൻ ജൂലിയാന്റേതാണ് ഉത്തരവ്. മുംബൈ ആക്രമണക്കേസിൽ പങ്കുള്ളതിനാൽ തഹവൂർ റാണയെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന നിയമ നടപടികൾ സ്വീകരിക്കാനായി ഭാരതം വർഷങ്ങളായി തന്നെ ശ്രമത്തിലുമാണ്. അതേസമയം മുംബൈ ആക്രമണം നടന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിക്കാഗോയിലെ FBI റാണയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്നും അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അസിസ്റ്റന്റ് US അറ്റോർണിയും ക്രിമിനൽ അപ്പീൽ മേധാവിയുമായ ബ്രാം അൽഡൻ വ്യക്തമാക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് അമേരിക്കൻ കീഴ്ക്കോടതികളുടെ ഉത്തരവ് ശരിയാണെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് റാണയും സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്നാണ് ഈ ആക്രമണം നടത്താൻ മുംബൈയിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. തുടർന്ന് രാജ്യദ്രോഹിയായ പാകിസ്ഥാൻ സംഘടനയ്ക്ക് റാണ സഹായം നൽകിയതിനുള്ള തെളിവുകളടക്കം FBI സംഘം കണ്ടെത്തിയിരുന്നു. ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചനത്തിന് ഒരുങ്ങുന്ന വേളയിലാണ് റാണയെ ഭാരതത്തിന് കൈമാറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ റാണ അമേരിക്കൻ കോടതിയെ സമീപിച്ചെങ്കിലും കുറ്റവാളിയെ കൈമാറാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ റാണയെ ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശമുണ്ടെന്നായിരുന്നു കോടതി വിധിച്ചത്. 15 വർഷം മുമ്പ് ചിക്കാഗോയിൽ ട്രാവൽ ഏജൻസി നടത്തുകയായിരുന്നു റാണ. ഡേവിഡ് കോൾമാനുമൊത്ത് മുംബൈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. മുംബൈ ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 239 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതായത് റാണയും സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്നാണ് ഈ ആക്രമണം നടത്താൻ മുംബൈയിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. തുടർന്ന് ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചനത്തിന് ഒരുങ്ങുന്ന സമയമാണ് ഇന്ത്യക്ക് കൈമാറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. ഇതിനെതിരെ റാണ കോടതിയെ സമീപിച്ചെങ്കിലും ഇത് കുറ്റവാളികളെ കൈമാറാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് റാണയെ ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശമുണ്ടെന്ന് തന്നെ കോടതി വിധിക്കുകയായിരുന്നു. അതേസമയം ആരാണ് ഈ റാണ എന്ന ചോദ്യത്തിന് മുംബൈ ആക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് തഹവൂർ റാണയെന്ന് വേണം പറയാൻ. കാരണം അമേരിക്കൻ പൗരനായ ഹെഡ്ലിയുടെ അമ്മ അമേരിക്കൻ വംശജയും അച്ഛൻ പാക് വംശജനുമാണ്. മുംബൈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി 2009 ഒക്ടോബറിൽ 35 വർഷം തടവിലാക്കാൻ അമേരിക്ക ഉത്തരവിറക്കിയിരുന്നു. ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിനാണ് ഹെഡ്ലി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തീവ്രവാദത്തിന് പിന്തുണ നൽകി ഇന്ത്യയിലെ US വംശജരെ കൊലപ്പെടുത്തി തുടങ്ങി 6 കുറ്റങ്ങളാണ് ഹെഡ്ലിയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഡെൻമാർക്കിലെ ന്യൂസ് പേപ്പർ ഓഫീസിന് ബോംബിട്ട കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയത്. അതേസമയം ഹെഡ്ലി 5 വർഷം പഠിച്ച പാകിസ്ഥാനിലെ ഹാസൻ അബ്ദുൽ കാഡറ്റ് സ്കൂളിലാണ് റാണയും പഠിച്ചത്. പാക് ആർമിയിൽ ഡോക്ടറായി ജോലി ചെയ്ത റാണ പിന്നീട് കാനഡയിലേക്ക് താമസം മാറുകയും കനേഡിയൻ പൗരത്വം നേടുകയും ചെയ്തു. തഹവൂർ റാണയ്ക്ക് മുംബൈ ആക്രമണത്തിലുള്ള പങ്ക് റാണ പിന്നീട് അമേരിക്കയിലെ ചിക്കാഗോയിൽ വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങി. പാകിസ്ഥാൻ സംഘടനയായ ലഷ്കർ തോയ്ബയെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കാര്യങ്ങൾ നിരീക്ഷിക്കാനുമായി ഹെഡ്ലിക്ക് സഹായം നൽകിയത് റാണയുടെ ഈ സ്ഥാപനത്തിലെ മുംബൈയിലെ ശാഖയാണ്. 2008 നവംബർ 26-നാണ് പാകിസ്ഥാൻകാർ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലേക്ക് ഇരച്ചുകയറിയത്. 3 ദിവസം മുംബൈ നഗരം ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. താജ് ഹോട്ടൽ, ഛത്രപതി ശിവാജി ടെർമിനൽസ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെല്ലാം ഇവരുടെ അധീനതയിലായി. ആക്രമണത്തിൽ വിദേശികൾ ഉൾപ്പെടെ 166 പേരുടെ ജീവൻ നഷ്ടമായി. ആക്രമണം നടത്തിയ പാക് പൗരന്മാർ ബോട്ട് മാർഗമാണ് ഇന്ത്യയിലെത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി. അതേസമയം ഹെഡ്ലിക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് റാണയ്ക്ക് അറിയാമായിരുന്നെന്നും ഇയാളെ സഹായിച്ചത് ഇതിന്റെ പ്രവർത്തനത്തിന് മറയായിരുന്നുവെന്നും US അഭിഭാഷകർ വാദിക്കുകയായിരുന്നു. ഹെഡ്ലിയുടെ കൂടിക്കാഴ്ചകളെക്കുറിച്ചും അതിലെ ചർച്ചാ വിഷയങ്ങളെയും ആക്രമണങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഉൾപ്പെടെ അതിനുവേണ്ട പദ്ധതികളെക്കുറിച്ച് വരെ അറിയാമായിരുന്നുവെന്നാണ് കോടതി അറിയിച്ചത്. റാണ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇതിൽ പങ്കുള്ള ആളാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് US സർക്കാർ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാമെന്ന് വിധിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹെഡ്ലി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പോലീസ് ചിക്കാഗോ എയർപോർട്ടിൽ വെച്ച് റാണയും 2009 ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. US കോടതി റാണയ്ക്കെതിരെ മുംബൈ ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന ഗുരുതരമായ കുറ്റം ഒഴിവാക്കി. 2005-ൽ മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ അടിച്ച ജില്ലാൻ പോസ്റ്റ് എന്ന ഡാനിഷ് പത്രം ഓഫീസ് ആക്രമിക്കാൻ പിന്തുണ നൽകിയതിനും 2011-ൽ ചിക്കാഗോയിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ US കോടതി റാണയ്ക്കെതിരെ മുംബൈ ആക്രമണത്തിന് പിന്തുണ നൽകിയെന്നും ഗുരുതരമായ കുറ്റം ഒഴിവാക്കി. ആക്രമണം
ആക്രമണത്തിന് പദ്ധതിയിട്ട ഹെഡ്ലി കബളിപ്പിച്ചു എന്നായിരുന്നു റാണയുടെ വാദം. സർക്കാരിന്റെ മുഖ്യ സാക്ഷിയായ ഹെഡ്ലി സ്ഥിരം കുറ്റവാളിയും നുണ പറയുന്ന ആളുമാണെന്ന് പ്രതിഭാഗം വാദിച്ചു. അധികാരികളുമായുള്ള അടുപ്പമാണ് 2013 കേസിൽ ഹെഡ്ലി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടാത്തതിന് കാരണമായി നീതിന്യായ വകുപ്പും വിലയിരുത്തിയത്. സർക്കാർ സാക്ഷി എന്ന നിലയിൽ ഹെഡ്ലി നൽകിയ മൊഴിയിലാണ് റാണയെ 14 വർഷത്തെ തടവിനും തുടർന്ന് 5 വർഷത്തെ മേൽനോട്ടത്തിന് മോചനത്തിലേക്ക് നയിച്ചത്. ശിക്ഷാ കാലാവധി തീരുന്നതോടെ റാണ മോചിതനാകുമെന്ന് കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ ഇപ്പോൾ അപേക്ഷ നൽകിയത്. തുടർന്ന് ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.